വേറെ ലെവല് തിയേറ്ററിൽ കാണണം, അല്ലാതെ OTT കണ്ടു കഴിഞ്ഞാൽ ഇത് ഫീൽ ആവില്ല. 100% ഉറപ്പ്. ഒന്നും പറയാനില്ല. പെർഫോമൻസേഴ്സ് ആണ്. വിക്രം, പാർവതി, ചെയ്യാൻ വിക്രം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഉഗ്രം വർക്ക് കൊല്ലണതും എല്ലാം ഉണ്ട്. സൂപ്പർ പടം, നല്ല പടം, അടിപൊളിയാണ്. കിടിലൻ പടമാണ്. പാർവതിയൊക്കെ അടിപൊളിയാണ്. അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ പറയാണ്, അവരുടെ എല്ലാം കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് മാറും. നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ചെയ്യാൻ വിക്രം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. എങ്ങനെയുണ്ട് തങ്കല? എങ്ങനെയുണ്ട്? വേറെ ലെവല്. OTT ഒരിക്കലും കാണാൻ നിൽക്കരുത്. കാണുകയാണെങ്കിൽ തിയേറ്ററിൽ കാണാം, അത്ര പറയാനുള്ളൂ. ഭയങ്കര ഒരു പാരഞ്ജിത്തിന്റെ ഒക്കെ ഒരു പക്ക ഡയറക്ഷൻ. അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ്. വിക്രം ഒന്നും പറയാനില്ല. പെർഫോമൻസേഴ്സ് ആണ്. വിക്രം, പാർവതി, അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെ ഒരുപാടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ്. അല്ല, ആക്ഷൻ അല്ല. ഇപ്പോൾ അറിയാലോ, ഇതൊരു ഗോൾഡ് ബേസ്ഡ് പരിപാടിയാണ്. പക്ഷെ അത് ആ വിൻറ്റേജ് ലെവലിൽ പരിപാടി ചെയ്തേക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഹോളിവുഡ് ലെവൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സിനിമ വേൾഡ് ലെവല്, ആ രീതിയിൽ വേണേൽ പറയാൻ പറ്റും. എത്ര സ്റ്റാർ കൊടുക്കാം? 5 സ്റ്റാർ തന്നെ കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? എന്താ വേറെ ലെവല്. തിയേറ്ററിൽ കാണണം, അല്ലാതെ OTT കണ്ടു കഴിഞ്ഞാൽ ഇത് ഫീൽ ആവില്ല. 100% ഉറപ്പ് വരാം. തിയേറ്റർ ഓൺലി വാച്ച് ഫിലിം. തങ്കലൻ പൊളി. പടം കുഴപ്പമില്ല, പൊളിയാണ്. ഫാമിലിയുടെ കഥയാണ്. ഫാമിലിയുടെ ഒരു BGM ഒക്കെ കുഴപ്പമില്ല. GV പ്രകാശിന്റെ പൊളിയാണ്. ഓക്കെ അല്ലേ? ആക്ഷനൊക്കെ പൊളിയാണ്, ഒന്നും പറയാനില്ല. വിക്രം തന്നെ പൊളിയാണ്, പടം തന്നെ മാസാണ്. ഓക്കെ, മൊത്തത്തിൽ പറയണെങ്കിൽ പൊളി സിനിമയാണ്, ഒന്നും പറയാനില്ല. കുഴപ്പമൊന്നുമില്ല, കാണാൻ അടിപൊളിയാണ്. സീനൊന്നുമില്ല. ഫാമിലി ആയിട്ട് കാണാം. അടിപൊളിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. വിക്രമ പൊളിച്ച്, താടിയും പുതിയ ലുക്കൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു. രോമാഞ്ചായിരുന്നു. ആക്ഷനൊക്കെ അടിപൊളിയാ. ഭയങ്കര വയലൻസ് ഉണ്ട്. പിന്നെ ഗോൾഡ് മൈൻ ചെയ്താണ് ഇതിനകത്ത് നോക്കണത്. അങ്ങനെ ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ട്. നല്ല സ്റ്റോറി ആണെങ്കിൽ പണ്ടത്തെ കഥയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. റിയൽ സ്റ്റോറിയാണ് കാണിക്കുന്നുണ്ട്. പണ്ടത്തെ കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാരെ കൊല്ലണതും എല്ലാം ഉണ്ട്. കുഴപ്പമില്ല. പൊളിറ്റിക്സ് ആണ് പുള്ളി ശരിക്കും അതിനകത്ത് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് പുള്ളി നമ്പർ 1 ആയിട്ടുണ്ട്. ഉഗ്രം വർക്ക് എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന്റെ ഡയറക്ഷൻ വർക്ക്. രണ്ടുപേരും, വിക്രവും പാർവതിയുടെയും പെർഫോമൻസ് വേറെ ലെവലാണ്. പാർവതിയുടെ ഡബിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, പുള്ളിക്കാരി കയറി കലക്കിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, സൂപ്പർ പടം. വെച്ചാൽ അത് ആ ബേസിൽ കാണണം. നമ്മൾ പുള്ളിയുടെ പാരഞ്ജിത്തിന്റെ ആ ബേസിൽ നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് അതറിയാം. പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ കാലായും അങ്ങനെയുള്ള പടങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളിയുടെ ആ സ്റ്റൈൽ തന്നെ പുള്ളി അതേപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പടം, ഉഗ്രം പടം. 5 ഒരു 4 കൊടുക്കാം കേട്ടോ. അത് നല്ല പടമാണ്. എന്താ വെച്ചാൽ ഒരു പക്ക തമിഴ് രാഷ്ട്രീയമാണ് അതിനകത്ത് പറയുന്നത്. പൊളിറ്റിക്സ്, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൊളിറ്റിക്സ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നല്ല പടം.